ഹായ്. ഒരു ലോങ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ടായിരുന്നു, പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അങ്ങനെ യാത്രകൾ കുറച്ചുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിനൊരു കണ്ടന്റ് കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം ഏകദേശം ഈ ഒരു 3-4 ആഴ്ചകളായിട്ട് എനിക്ക് ഒരുപാട് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ലൈഫിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അത് കുറച്ചൊരു ഇൻഫോർമേറ്റീവ് അല്ല, ഇതെല്ലാവരും ഒരു അവയർനെസ് വീഡിയോ ആണ് എന്നുള്ളതാണ് പറയുന്നത് ശരി. അപ്പോൾ ഈ ഒരു അവയർനെസ് വീഡിയോ നിങ്ങൾ മാക്സിമം ഫുൾ വീഡിയോ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കണം. കാരണം ഇതെൻ്റെ ഒരു കൊലീഗിന് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. വെൽക്കം ടു ഡീസ് ചാനൽ. ഈ ഇടയ്ക്ക്, അതായത് ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ഓഫീസിലൊരു കൊലീഗിന് നടന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നുള്ള ഒരു കാര്യമാണ്, ഒരുപാട് ട്രാപ്പ് കോൾസ് വരുന്നുണ്ട്, ഒരുപാട് ഫേക്ക് SMS അല്ലെങ്കിൽ ഫേക്ക് ക്ലെയിംസ് ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും എല്ലാവരും ഒന്നുമില്ല, ചിലവർ ആ ട്രാപ്പിൽ പെടും, ചിലവർ അത് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടാവും. ഈ കുട്ടി പിന്നെ പഠിച്ചിറങ്ങിയത് കൊണ്ട് ഒരുപാട് ഈ ലോകറിവ് അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. സോ മേ ബി ആ കാരണം കൊണ്ടായിരിക്കും ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു അനുഭവം വരാൻ കാരണം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിക്ക് ഏകദേശം ഒരു ഉച്ചയോട് കൂടി ഒരു കോൾ വന്നു. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കസ്റ്റമർ കെയർ കോൾ പോലെയായിരുന്നു അത് തോന്നുന്നത്. ഫെഡെക്സ് എന്ന് പറയുന്ന കൊറിയർ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ട്, ആ പാർസൽ ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പ്രസ് 1 അല്ലെങ്കിൽ പ്രസ് 2 എന്ന് പറഞ്ഞു. അതൊരു റെക്കോർഡഡ് കോളായിരുന്നു, സിസ്റ്റം ജനറേറ്റഡ് റെക്കോർഡഡ് കോൾ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർസൽ എന്താണ് വന്നതെന്ന് പുള്ളിക്കാരിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി ആ ഫസ്റ്റ് ഇതിൽ തന്നെ ഒന്ന് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ, ഞാൻ കൊറിയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ പുള്ളിക്കാരി 1 അമർത്തിയപ്പോൾ ഇമ്മീഡിയറ്റ്ലി കസ്റ്റമർ സപ്പോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കോൾ പുള്ളിക്കാരിക്ക് എടുക്കുകയുണ്ടായി. അപ്പോൾ ഒരാൾ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തു നിന്നുള്ള ആള് പുള്ളിക്കാരോട് ചോദിക്കുന്നുണ്ട്, മാഡം വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ അതായത് ഫസ്റ്റ് ഈ ഒരു ഇൻസിഡൻറ്റിൽ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന ആള് പുള്ളിക്കാരിയോട് എല്ലാ വിവരങ്ങളും അവിടുന്ന് ചോദിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായി. അപ്പോൾ ആദ്യം എനിക്ക് കോൾ റെക്കോർഡിങ് വന്നു, കാരണം പുള്ളിക്കാർ പേടിച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനെ കോൾ റെക്കോർഡിങ് കിട്ടിയ കാരണമാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം ആള് ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം മാഡം. അപ്പോൾ പുള്ളിക്കാർ പേര് പറഞ്ഞു കൊടുത്തു. പിന്നെ കുഡ് യു ടെൽ മീ എ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഫോൺ നമ്പറും പറഞ്ഞു കൊടുത്തു. ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ ആൾ വേറെ ഒന്ന് ചോദിച്ചു. പിന്നെ ആൾ പറഞ്ഞു ഓക്കെ ഫൈൻ, നിങ്ങളുടെ ഒരു കൊറിയർ മുംബൈ വെയർ ഹൗസിലോ അങ്ങനെ എവിടെയോ ബ്ലോക്കായി കിടക്കുകയാണ് ബിക്കോസ് ഓഫ് സം ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഞാനൊന്നും കൊറിയർ ചെയ്തിട്ടില്ല, എനിക്ക് കൊറിയർ അങ്ങനെ വരാനും ഇല്ല, എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അല്ല, അപ്പുറത്തുനിന്നുള്ള ആൾ പറയുന്നത്, ഈ ഫേക്ക് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് ഇല്ല, കൊറിയർ വന്നിട്ടുണ്ട്, അത് ഇല്ലീഗൽ ഐറ്റംസ് ക്യാരി ചെയ്യുന്ന ഒരു ഐറ്റംസ് ആയ കാരണമാണ് ഇത് ബ്ലോക്കായി കിടക്കുന്നത്, ഡെലിവറി ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി അവിടെ ഇരുന്ന് പാനിക്കായി. ഇല്ലീഗൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, അതായത് നിങ്ങളുടെ ഈ കൊറിയറിൽ വന്നിട്ട് ഈ കൊറിയർ പോകുന്നത് മുംബൈ ടു ഇറാനിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെയും പുള്ളിക്കാരി ഒന്ന് ടെൻസ്ഡായി. എന്നിട്ട് ചോദിച്ചു എന്താണ് ഈ കൊറിയറിനകത്തുള്ളത് എന്നുള്ളത്. ആ കൊറിയറിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പയർഡ് ആയിട്ടുള്ള 4-5 ഇറാനിയൻ പാസ്പോർട്ട്സും പിന്നെ കുറേ ക്ലോത്ത്സുകൾ, ലാപ്ടോപ്സ്, പിന്നെ നാർക്കോട്ടിക്സ് ബാൻ ചെയ്തിട്ടുള്ള കുറേ ലഹരി പദാർത്ഥങ്ങൾ, ഇതൊക്കെയായിരുന്നു അതിലുള്ളതെന്നാണ് ആള് പറഞ്ഞത്. ഇതൊക്കെ കേട്ടപ്പോൾ ഈ കുട്ടി പാനിക്കായി. അയ്യോ എൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു ഇത് വന്നൂല്ലോ എന്ന് പറഞ്ഞു.
എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഞാനല്ല അയച്ചിട്ടുള്ളത്, എനിക്കതിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ ഇല്ല. അപ്പോൾ ആള് പറഞ്ഞു ഇല്ല, അതിങ്ങനെ ഇപ്പോൾ മുംബൈ പോലീസ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്, സോ കേസാക്കാനുള്ള ഒരു ഇതിലാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പിന്നെയും ഭയങ്കര പാനിക്കായിട്ട് പറഞ്ഞു ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ വന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു, ഓക്കെ നിങ്ങൾ പാനിക് ആവേണ്ട, ഞങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ചെയ്യാം, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറയാം, നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യണത്, എന്ത് പ്രൊഫഷനാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതിന് ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഉറപ്പാണോ നിങ്ങൾ ഈ കൊറിയർ അയച്ചിട്ടില്ല എന്നുള്ളത്? അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റ് സൈബർ സെല്ലിലേക്ക് നമുക്ക് കംപ്ലയിൻറ്റ് റേസ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ആ കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഓക്കെ ഫൈൻ, ഞാൻ അയച്ചിട്ടില്ല, ഞാൻ 100% ഷുവറാണ്, ഞാൻ അയച്ചിട്ടില്ല, സോ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ടു ഫയൽ എ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു. അവിടെ ആൾ പിടിച്ചു. ആൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ ഞങ്ങൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം, പക്ഷേ മാഡം നിങ്ങൾ എന്താണ് പറയാനുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞെന്ന കാര്യങ്ങൾ മാം ഒന്ന് പറഞ്ഞു മതി, അതായത് ഈ കൊറിയറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം, സോ കുഡ് യു പ്ലീസ് ടെൽ us ബാക്ക് എന്നുള്ളത്. അപ്പോൾ ഇവർ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ച് പുള്ളിക്കാരിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് പറഞ്ഞു, അതായത് 4 ഇറാനിയൻ പാസ്പോർട്ട്സ് ഉണ്ട്, കുറേ ക്ലോത്ത്സ്, പിന്നെ ലാപ്ടോപ്പ്, പിന്നെ ഈ കുറച്ച് ലഹരി പദാർത്ഥങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഉള്ളത്. എന്നിട്ട് ആൾ ചോദിച്ചു കുഡ് യു പ്ലീസ് ടെൽ ദിസ് ബാക്ക് മാം സോ ദാറ്റ് വി ക്യാൻ ടെസ്റ്റ് വെദർ യു ആർ ഓക്കെ വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്തു, ഇതാണ് സാധനങ്ങൾ ആ കൊറിയറിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കറിയില്ല അത് എന്ത് പേർപ്പസിനാണ് അവരങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് നോട്ട് പ്രിപ്പയർ ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ചോദിച്ചു ഓക്കെ സോ എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഇപ്പം എന്തായാലും നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ മുംബൈയിലേക്ക് വന്ന് മുംബൈ പോലീസായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ തന്നെ അവർ വീഴും. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയൊരു ഇഷ്യൂ ആയിട്ടുള്ളൊരു കേസിന് ഇവിടുന്ന് മുംബൈയിൽ പോയി അവിടെ പെടുന്നതിനേക്കാളും ഭേദം ഓൺലൈൻ വഴി ഫയൽ ചെയ്യാമെന്ന് ആരെങ്കിലും ഒന്ന് പേടിച്ചു പോകും. അപ്പോൾ അവർ പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞു എന്നാൽ പിന്നെ ഓൺലൈൻ തന്നെ മതി, എനിക്ക് എന്തായാലും മുംബൈ വരാൻ പറ്റില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, എനിക്ക് മുംബൈ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ മാം, എന്നാൽ പേടിക്കണ്ട, ഞങ്ങൾ ഓൺലൈൻ വഴി ഹെൽപ്പ് ചെയ്യാം, സോ നിങ്ങളുടെ കോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുംബൈ പോലീസിന് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. മുംബൈ പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു അയ്യോ ഓക്കെ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു യാ ഐ എം ഓക്കെ, പ്ലീസ് ഡു ട്രാൻസ്ഫർ ഇട്ടെന്ന് പറഞ്ഞു. ഓക്കെ പ്ലീസ് സ്റ്റേ ഓൺ ദ ലൈൻ, ഐ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി കൊടുത്തു. അപ്പോൾ ഈ ട്രാൻസ്ഫർ ആയ സമയത്ത് നമ്മൾ സാധാരണ ഒരു കോൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു കോളിൽ സംസാരിക്കുകയാണ്, ആ കോളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ തേർഡ് പാർട്ടി ആയിട്ട് കോൾ ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ആൾ കേൾക്കുമ്പോൾ എന്താ യുവർ കോൾ ഇസ് പുട്ട് ഓൺ ഹോൾഡ് എന്ന് പറയും. പക്ഷേ ഇതിൽ അങ്ങനെ അല്ലായിരുന്നു വന്നത്, യുവർ കോൾ ഇസ് പുട്ട് ഓൺ ഹോൾഡ് എന്നല്ല വന്നത്, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ഒരു മ്യൂസിക് ഉണ്ടാവും, അതുമല്ല വന്നത്. യുവർ കോൾ ഹസ് ബീൻ നൗ ഫോർവേഡഡ് ടു മുംബൈ സൈബർ സെൽ, യുവർ കോൾ ഹസ് ബീൻ ഫോർവേഡഡ് ടു മുംബൈ സെൽ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അത് എനിക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, കാരണം ഒരിക്കലും ഒരു കോൾ ഫോർവേഡ് ചെയ്യുമ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനെ അത് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ യുവർ കോൾ ഹാസ് ബീൻ പുട്ട് ഓൺ ഹോൾഡ്, അല്ലെങ്കിൽ യുവർ കോൾ ഹാസ് ബീൻ ഫോർവേഡഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് സെനാറിയോ 2 മുംബൈ പോലീസ്. ഈ മുംബൈ പോലീസിൽ നിന്ന് അവിടെ നിന്ന് ഒരാൾ സംസാരിക്കണ്ടായി. എന്നിട്ട് ചോദിച്ചു വാട്ട് ഇസ് യുവർ നെയിം, അതായത് ഒരു പോലീസിൻ്റെ ഒരു ഖമയിൽ തന്നെയാണ് ആൾ സംസാരിക്കേണ്ടായിരുന്നത്, എന്താണ് പേര്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ചോദിക്കണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നിങ്ങൾ ഈ ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത്, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ ആരും വിളിക്കാനും പോകരുത്, വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ സീരിയസ്ലി കേസ് ഫയൽ ചെയ്യും, സോ യു ഡു നോട്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്, നിങ്ങൾ ഈ കോളിൽ തന്നെ സ്റ്റേ ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ പറയുന്ന ഓരോ ആക്ഷൻസ് നിങ്ങൾ ടേക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാരൻ എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉറപ്പാണോ, നിങ്ങൾക്ക് അറിയോ ഇത് എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു. കുട്ടിയോട് ഒരു പീഡിപ്പിക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു ഓക്കെ ഫൈൻ, നിങ്ങൾ എനിക്ക് ഒരു വെരിഫിക്കേഷൻ കോൾ വഴി എനിക്ക് ചെയ്യണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആള് ഈ കുട്ടിയോട് പറയണം നിങ്ങളൊരു സ്കൈപ്പ് കോളിലേക്ക് വരണം, സ്കൈപ്പ് കോൾ വന്നിട്ട് നമുക്ക് ലൈവ് കോൾ ചെയ്തിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പേടിച്ചു ആ സമയത്ത്. അപ്പോൾ പേടിച്ചിട്ട് ആൾ പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളിപ്പോൾ തന്നെ സ്കൈപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന ഒരു നമ്പറിലേക്ക്, അതായത് സ്കൈപ്പ് ഐ ഡിയിലേക്ക് ഇൻവൈറ്റ് അയക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി കോളിൽ തന്നെ, അതായത് ടെലിഫോണിക് കോളിൽ തന്നെ ഈ സ്കൈപ്പ് ഐ ഡി ക്രിയേറ്റ് ചെയ്തു.
പിന്നെ ഇൻവൈറ്റും റെഡിയാക്കി. എന്നിട്ട് ഈ കുട്ടി ചോദിച്ചു, സാറ് എനിക്ക് ഇൻവൈറ്റ് അയച്ചു തരുമോ അത് ഞാൻ അയക്കണം? ഇല്ല, ഞാൻ അയച്ചു തരില്ല, നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ മതി, ഐ ജോയിൻ ദ കോൾ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കോൾ കട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ആ വീഡിയോ കോളിലേക്ക് കയറണം, നിങ്ങൾ വേറെ ആരും വിളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ഈ കോൾ കട്ട് ചെയ്തിട്ട് സ്കൈപ്പിലേക്ക് ഇൻവൈറ്റ് അയച്ചു, വീഡിയോ കോളും ജോയിൻ ചെയ്തു. വീഡിയോ കോൾ ജോയിൻ ചെയ്ത സമയത്ത് അപ്പുറത്തുനിന്നുള്ള ഒരാൾ കാണുന്നുണ്ട്, ആൾ നല്ല പോലീസ് വേഷമൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ പോലീസിൻ്റെ ഡ്രസ്സ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല, ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് റെൻറ്റിന് കിട്ടണമെന്നുള്ളത്. അവരവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, നിങ്ങളുടെ ആധാർ കാർഡ് കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, അതൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ആധാർ കാർഡ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ആധാർ കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു വീഡിയോ കോളിൽ. അത് കൂടാതെ തന്നെ എന്നിട്ട് പറഞ്ഞു, കേസ് ഫയൽ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, സോ പ്ലീസ് സെൻഡ് ഇറ്റ് ഓവർ ദ സ്കൈപ്പ്. അപ്പോൾ സ്കൈപ്പ് വഴി ഈ കുട്ടി ആധാർ കാർഡ് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ചോദിച്ചത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഒന്ന് കാണിക്കണം, നിങ്ങളുടെ CVV നമ്പർ ഫിംഗർ കൊണ്ടൊന്ന് ഹൈഡ് ചെയ്യുക, എന്നിട്ട് ഡെബിറ്റ് കാർഡ് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പേടിച്ചിട്ട് ആ ഡെബിറ്റ് കാർഡും കാണിച്ചു കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ കുറേ കേസുകൾ, ക്രിമിനൽ കേസുകളൊക്കെയാണ് നിങ്ങളുടെ പേരിൽ ഓൾറെഡി ഇവിടെ മുംബൈ പോലീസിൽ റെക്കോർഡഡ് ആണ്. ഇത് കേട്ടപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഒരു പാനിക്കായി. ശരിക്കും നമ്മുടെ പേരിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ നമ്മൾ അറിയാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മൾ പേടിക്കൂല. എന്നിട്ട് എന്തായിട്ടാണ് വർക്ക് ചെയ്യണത്, പുള്ളിക്കാരോട് ഡെസിഗ്നേഷനും പറഞ്ഞു. എന്നിട്ട് കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞോന്ന് പുള്ളിക്കാർ ചോദിച്ചു. പറഞ്ഞു, ഇല്ല, കമ്പനിയുടെ പേരൊന്നും എനിക്ക് അറിയണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരിൽ ഒരുപാട് കേസുകൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ മുംബൈ വന്നിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യണം, അത് കേസ് ഫയൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഓൺലൈൻ വഴി ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ആൾ വന്നിട്ട് ഒന്നും കൂടി ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുംബൈയിൽ നടന്ന ഏതൊക്കെയോ ഒരു ക്രൈമിൻ്റെയോ അല്ലെങ്കിൽ അറസ്റ്റിൻ്റെയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ കുട്ടിക്ക് സ്കൈപ്പിൽ അയച്ചു കൊടുത്തു. അതൊക്കെ കണ്ടപ്പോൾ ഈ കുട്ടി ഒന്ന് പേടിച്ചു പോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാർ പറഞ്ഞു, ഇല്ല, എനിക്ക് എന്തായാലും മുംബൈ വരാൻ പറ്റില്ല, നിങ്ങൾ ഓൺലൈൻ വഴി തന്നെ കേസ് ഫയൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. പേര് വിവരങ്ങളൊക്കെ എടുത്തു വെറുതെ ഒരു ഫോർമാറ്റിൽ ഈ കുട്ടിക്ക് കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൽ സൈനൊക്കെ ഇട്ടു. അപ്പോൾ ആ ഫോട്ടോസ് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ നോക്കിയോളൂ. ആ കുട്ടിയുടെ പേര് ഇതുള്ള ഞാനത് ഡിസ്ക്ലോസ് ചെയ്യില്ല, സോ കുറച്ചൊന്ന് സ്ക്രീൻ മേലേക്ക് എടുക്കുകയാണ് ഞാൻ. അല്ല, ഇതായിരുന്നു ഫോട്ടോസ്. ഇത് കഴിഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് വന്നിട്ടുള്ള അവർ കൊടുത്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണത്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താ സംഭവം എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാവരും നമ്മൾ ഈ കാണുന്നവർ തന്നെ നമ്മൾ പറയും, ആ കുട്ടിക്ക് എന്താ ഇത്രയും പഠിച്ചുള്ള ഒരു കുട്ടിക്ക് ഒരു നോളജ് ഇല്ലേ, അല്ലെങ്കിൽ അറിവില്ലേ, ഈ ലോകം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ സൂക്ഷിക്കേണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് വന്നിട്ടുള്ളൊരു ഇതൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ആരെങ്കിലും ഒന്ന് പാനിക്കായി പോകും. അത് ചിലപ്പോൾ എല്ലാവരും അല്ല, ചിലവർ പാനിക്കായി പോകും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര കരഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സാറിനോട് ഇങ്ങനെ പറയുക എന്നുള്ളത് പറഞ്ഞു. ഈ കുട്ടി ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് കരച്ചിൽ. ഞാൻ പറഞ്ഞു, എന്താ ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ സാർ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു, ഒരു കോൾ റെക്കോർഡിങ് നിങ്ങൾ അയച്ചു തരൂ, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം കുട്ടി പറഞ്ഞത് വീഡിയോ കോൾ വഴി ചെയ്തു, എൻ്റെ വീഡിയോ ഓൺ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ആധാർ കാർഡ് കാണിച്ചു കൊടുത്തു, ഡെബിറ്റ് കാർഡൊക്കെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ആ കോള് അയച്ചു ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 25-30 മിനിറ്റ് ഉണ്ട് ആ കോള്. ആ കോള് കേട്ടിട്ട് രാകേഷ് കുമാർ എന്നുള്ള പേരിലായിരുന്നു അത് വന്നത്. അപ്പോൾ എന്നിട്ട് ആൾ പറഞ്ഞു, കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൊറിയർ ഡീറ്റെയിൽസ് അയച്ചു തരാം, ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയച്ചു തരാം, എൻ്റെ എംപ്ലോയി ID ഉണ്ട്, എൻ്റെ പേരും ഫെഡെക്സിൻ്റെ ഇതും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്യും, എനിക്ക് ആൾ തന്നിട്ടുള്ള ട്രാക്കിംഗ് ID ഉണ്ട് ഫെഡെക്സിൻ്റെ, അത് എനിക്ക് അയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാക്കിംഗ് ID എടുത്തിട്ട് ശരിക്കും ഫെഡെക്സിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, കൊറിയർ ട്രാക്കിംഗ്, ആ കൊറിയർ ട്രാക്കിങ്ങിൽ പോയിട്ട് ഞാൻ ആ ID വെച്ചിട്ട് ട്രാക്ക് ചെയ്തു.
അങ്ങനത്തെ ഒരു കൊറിയറേ ഇല്ല. അങ്ങനത്തെ ഒരു കൊറിയർ ഡിസ്പാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൊറിയർ ഐ ഡി എന്ന് പറഞ്ഞ സംഭവം ഇൻവാലിഡ് ആണ്. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, നോക്കി ഇത് ഇൻവാലിഡ് ആണ്, ഇത് ജസ്റ്റ് ഒരു ട്രാക്ക് കോൾ ആയിരിക്കും. പക്ഷേ എനിക്ക് ആ സമയത്ത് ഒരു പേടി എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഒന്നാമത് വീഡിയോ കോൾ ഓൺ ചെയ്ത് സ്കൈപ്പിൽ സംസാരിക്കേണ്ടായി. രണ്ടാമത്തെ ആധാർ കാർഡ് കാണിച്ചു, ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡും കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നിട്ട് ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സ് പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനത്തെ എൻ്റെ ഒരു കൊലീഗിന് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വന്നിട്ടുണ്ട്, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? പുള്ളിക്കാർ ഭയങ്കര പാനിക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ ബാങ്കിൽ കോൺടാക്ട്, അത് കുട്ടിയുടെ ബാങ്ക് ഏതൊക്കെയാണുള്ളത് അവർക്ക് വിളിച്ചിട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഇതൊക്കെയാണ് കാര്യങ്ങൾ, അതൊക്കെ നീ പെട്ടെന്ന് തന്നെ ചെയ്തോ, അത് കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്തേക്ക് വന്നോ, നമുക്ക് ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ അവനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെയാണോ കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 8 മണി 7-8 മണിയായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ, സൈബർ സെല്ല്. കാരണം ഈ സൈബർ സെൽ പോലീസ് സ്റ്റേഷനുള്ളത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണികാം റോഡ് പോകാനാണ്. പക്ഷെ പണ്ടൊരിക്കൽ എൻ്റെ അച്ഛനൊരു ഇതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇവിടെ വൈറ്റ്ഫീൽഡ് CN പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കണ്ണികാം റോഡ് ഭയങ്കര ദൂരമായിരിക്കും, അപ്പോൾ നമുക്ക് വൈറ്റ്ഫീൽഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വൈറ്റ്ഫീൽഡ് CN പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് ഡെസ്കിൽ ഉണ്ടായിരുന്ന 2 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, സാർ ഇങ്ങനെയാണോ കേസ് ഉള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാശ് അങ്ങനെ അവരെന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഇല്ല, എൻ്റെ ആധാർ കാർഡ് വീഡിയോ കോൾ ചെയ്തു, ആധാർ കാർഡ് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് വേറെ പൈസയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഈ കുട്ടി പറഞ്ഞു, അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പൈസ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആൾ പറഞ്ഞു, അങ്ങനെ പൈസ പോയിട്ടില്ലെങ്കിൽ നമുക്ക് FIR ഫയൽ ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് ഇട്ടോളൂ ഒരു സേഫ്റ്റി സൈഡിനെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു, അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു, അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്റ്റ്സ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആള് തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് പൈസ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് മിസ്യൂസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് FIR ഫയൽ ചെയ്യാം, നിങ്ങൾ അപ്പുറത്തെ ആൾക്കാർ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ആൾക്കാർ നോക്കുമ്പോൾ ഒരു ഹസ്ബൻഡ്, വൈഫ്, ഒരു കൊച്ചുകുട്ടി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആൾ പറഞ്ഞു, ഇതേ കോള് തന്നെ ഇവർക്കും പോയിട്ടുണ്ട്, ഇതേ ഫെഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഫെഡെക്സിൻ്റെ പേര് പറഞ്ഞ് ഇവർക്ക് കോള് പോയിട്ടുണ്ട്. ആ സമയത്ത് ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരുടെ കുട്ടിക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വയസ്സ് പ്രായം മാത്രമേ ഉണ്ടാവുള്ളൂ, 1.5 വയസ്സ്, ഒരു വയസ്സ് കഷ്ടിച്ച്. അപ്പോൾ ഇതേ കോള് പോയപ്പോൾ പുള്ളിക്കാർ ഭയങ്കരമായിട്ട് പാനിക്കായി. ഒന്നാമത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു പുള്ളിക്കാരി, ടാർഗറ്റിന് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്, അതിൻ്റെ ഇടയിൽ കുട്ടിയെ നോക്കേണ്ട കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ. അപ്പോഴാണ് ഈ കോള് വരുന്നത്. അപ്പോൾ കോള് വന്ന് ഫുള്ള് ഇതുപോലത്തെ സെയിം കണ്ടന്റ് വെച്ചിട്ട് സംസാരിച്ച് ആ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. 5 ലക്ഷം രൂപ. അത് കഴിഞ്ഞിട്ട് പോലീസുകാർ പറയും, ഇതിപ്പോൾ 2ാമത്തെ കേസാണ് ഇങ്ങനെ വരുന്നത്, അപ്പോൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതേ സമയത്ത് ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എന്താ ഉണ്ടായി? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ പുള്ളിക്കാരിയോട് അവർ പറയാത്ര, നിങ്ങൾ ഹസ്ബൻഡിനെ വിളിക്കാൻ പോകരുത്, ഹസ്ബൻഡിന് ഈ കോൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് രജിസ്റ്റർ ആവും, പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാവില്ല, എത്ര പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഇന്ന എമൗണ്ട് ഒരു കോമ്പൻസേഷൻ എന്തെങ്കിലും രീതിയിൽ നമുക്കിത് ചെയ്യാം, അത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം രൂപ ഈ പുള്ളിക്കാരി ട്രാൻസ്ഫർ ചെയ്തു. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഓരോ പൈസകൾ ഉണ്ടാക്കുന്നത്, അല്ലേ? അതൊക്കെ ഇതുപോലത്തെ ഒരു ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസകൾ. എന്തിനാണ് ഇവരിങ്ങനെ പറ്റിച്ച പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. അത് എന്താ പറയാന്നുള്ളത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്താ പറയാന്നുള്ളത് പോലും നമുക്കറിയില്ല. കാരണം നമുക്കറിയാം ഒരു രൂപയുടെ വാല്യൂ എന്താണെന്നുള്ളത് പോലും നമുക്ക് കഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എങ്കിലേ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് തെറ്റില്ല എന്നുള്ളത് ഒരു പ്രൂഫ് നമുക്ക് വേണം. സോ നമ്മൾ എപ്പോഴും ഒരു
സെക്യൂർഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പോലീസിലൊരു കേസ് ഫയൽ ചെയ്യായിരിക്കും നല്ലത്. മാത്രമല്ല ഇങ്ങനത്തെ കേസുകൾ നിങ്ങൾ സാധാരണ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അവർ നമ്മളെപ്പോഴും പറയാം നിങ്ങൾ സൈബർ സെല്ലിലേക്ക് പോകണം എന്നുള്ളത്. സോ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നോർമൽ പോലീസ് സ്റ്റേഷൻ പോവാതെ സൈബർ സെല്ലിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് പേര് ഇതിൽ ട്രാപ്പിലാവുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലത്തെ എന്തെങ്കിലും കോളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പാനിക് ആവരുത്. ഇതിൽ കുറച്ച് ഹിൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഏത് കോളുകൾ അവർ നിങ്ങളോട് ഒരു ഫോൺ കോൺടാക്ട് നമ്പർ പറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള റെക്കോർഡിംഗ് കോൾ, അതായത് ആ കുട്ടിയും അവരും തമ്മിൽ സംസാരിച്ച റെക്കോർഡിംഗ് എനിക്കുള്ള കാരണമാണ് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ഇതുപോലത്തെ കോള് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഡിസ്കണക്ട് ചെയ്യുക. ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. മനസ്സിലായി? രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് അവർ വിളിക്കുക, അല്ലേ? അല്ലെങ്കിൽ അവർ വിളിക്കില്ല. അവർ നിങ്ങളോട് ചിലപ്പോൾ ഫോൺ നമ്പർ ചോദിക്കും, ഫോൺ നമ്പർ കൊടുക്കാതിരിക്കുക. അപ്പോൾ പറയേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങൾ പിന്നെ എൻ്റെ ഫോൺ നമ്പറിലാണ് നിങ്ങൾ എങ്ങനെയാണ് എന്നെ വിളിച്ചത് എന്ന് പറയും. വെരിഫൈ ചെയ്യണമാണ് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം നിങ്ങൾ വെരിഫൈ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കോൺടാക്ട് നമ്പർ യു ടെൽ മീ ഐ വിൽ വെരിഫൈ ഇറ്റ് എന്ന് പറയാം. വൈസ് വേഴ്സയാക്കുക. ആവുന്നത് എത്രത്തോളം നിങ്ങളെ കൊണ്ടാവുന്നു ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിലായി? പാനിക് ആവരുത്. നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാം, ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, പ്ലീസ് റെസ്പോണ്ട് എന്ന് പറയും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മെയിൻ. പിന്നെ ഒരിക്കലും നിങ്ങളുടെ ആധാർ കാർഡ്, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്. ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ RC ബുക്ക്, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, പേഴ്സണൽ ഡേറ്റ, ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് കാർഡ് ഒരിക്കലും ആർക്കും കാണിച്ചു കൊടുക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് വന്നു, എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി, അപ്പോൾ ഞാനത് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതുപോലത്തെ ഒരു കോളുകൾ വരുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾ പാനിക് ആവാതിരിക്കുക. അങ്ങനെ ആർക്കും നിങ്ങളുടെ മേലെ ഡയറക്റ്റായിട്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് കേസ് ഫയൽ ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ഏത് സർക്കിൾസിലും വേണമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോസ് കുറച്ച് ലെങ്തിയാണ്. ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെയല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്നു എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ടല്ല ഞാൻ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 2-way കോൺവെർസേഷൻ പോലെയാണ്, അല്ലേ? നിങ്ങൾ എൻ്റെ അപ്പുറത്തിരിക്കുന്നു, ഞാൻ അപ്പുറത്തിരിക്കുന്നു, അങ്ങനെ സംസാരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഓർക്കണം, നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവരും ഈ ഒരു കാര്യം അറിയട്ടെ എന്ന് ഞാൻ പറയുകയാണ്. നാളെ ആരും ഇനി ഇതുപോലത്തെ ട്രാപ്പിൽ പെട്ടരുത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ പോട്ടെ. ഓക്കെ, സോ സി യു. താങ്ക് യു സുലാൻ. ബൈ.